ട്രെയിനിങ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഇനിയും നിശ്ചയിച്ചുറപ്പിച്ചിട്ടില്ലെങ്കിൽ സമയമെടുത്ത് ചിന്തിച്ചുറപ്പിക്കുക. അത് മനസ്സിലാക്കുക. ഒരു സമയം ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷ്യം എഴുതി വയ്ക്കുക. അത് പല പ്രാവശ്യം വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ആത്മവിശ്വാസമുള്ള 5% വരുന്ന മനുഷ്യരുടെ പട്ടികയിൽ ആയിക്കഴിഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ വിജയിക്കാൻ വേണ്ടിയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുക. ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഭാവി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചടുലത കാണിച്ച ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സത്യനാരായണൻ ഗംഗാറാം പിട്രോഡ. 1980കളിൽ ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിപ്ലവത്തിന് അടിത്തറ പാകിയ മനുഷ്യൻ. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി കൂടിയാണ്. അങ്ങ് അമേരിക്കയിൽ 10 സംവത്സരക്കാലം സാം പിട്രോഡ വിജയകരമായി നടത്തിയ സ്വന്തം കമ്പനി $70 ലക്ഷം, അതായത് അന്നത്തെ 30 കോടി രൂപയ്ക്ക് വിറ്റിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണാൻ ഇന്ത്യയിലെത്തി. ടെലികോം രംഗത്തെ നവീകരണത്തിനായി ഇന്ദിരാഗാന്ധി വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു വരുന്ന കാലം. പിട്രോഡ ആ സമിതിയെ കണ്ട് ഇന്ത്യക്ക് വേണ്ടി ഡിജിറ്റൽ എക്സ്ചേഞ്ച് താൻ രൂപകൽപ്പന ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഇന്ദിരാഗാന്ധിയുമായി 10 മിനിറ്റ് കൂടിക്കാഴ്ച അനുവദിച്ചപ്പോൾ പിട്രാഡോ അത് നിരാകരിച്ചു. 1 മണിക്കൂർ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അത്രയും സമയം വേണമെന്ന് അദ്ദേഹം ശഠിച്ചു. ഒടുവിൽ 1984 രാജീവ് ഗാന്ധി മുൻകൈയെടുത്ത് 1 മണിക്കൂർ അനുവദിച്ചു കിട്ടി. 36 മാസവും 36 കോടി രൂപയും തന്നാൽ താൻ ഇന്ത്യക്ക് ആവശ്യമുള്ള ആധുനിക ഡിജിറ്റൽ എക്സ്ചേഞ്ച് നിർമ്മിക്കാമെന്ന് ഇന്ദിരാഗാന്ധിക്ക് ഉറപ്പ് നൽകി. ഇന്ദിരാഗാന്ധി അത് അംഗീകരിച്ചു. അതോടെയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സിന്റെ ആരംഭം കുറിക്കുന്നത്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആദ്യം ഇന്ദിരാഗാന്ധിയെ കാണാൻ അനുവദിച്ച 10 മിനിറ്റ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റ് ഭംഗിയായി സാം പിട്രോഡയ്ക്ക് അവതരിപ്പിക്കാൻ ആകുമായിരുന്നില്ല. അദ്ദേഹം വളരെ ക്ഷമയോടെ കാത്തിരുന്നു. ചില സന്ദർഭങ്ങളിൽ ആശ നശിക്കുക എന്നത് വളരെ സാധാരണമാണ്. ഇത്രയ്ക്ക് നല്ലൊരു കാര്യം കൊണ്ടുവന്നിട്ട് അതൊന്ന് കേൾക്കാൻ പോലും സമയമില്ലാത്തവരുടെ കാര്യം എന്തു പറയാനാ? ഹേയ്, ഈ നാട് നന്നാകാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിട്രാഡോയ്ക്ക് കാലം കഴിക്കാമായിരുന്നു. എന്നാൽ ഗാന്ധിയൻ ചിന്താഗതികളിൽ വിശ്വസിക്കുന്ന സാം പിട്രാഡോയ്ക്ക് സമചിത്തത കൈവിടാതെ കാര്യം സാധിച്ചെടുക്കാനുള്ള മനക്കരുത്തുണ്ട്. ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി ഒഡീഷയിലെ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചു ഇദ്ദേഹം. 1947 നവംബർ 17 സാം പിട്രാഡോ ജനിച്ചത്. അദ്ദേഹത്തിന് 7 സഹോദരങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിലെ 3ാമത്തെ ആളാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ സയൻസിലായിരുന്നില്ല, സോഷ്യൽ സ്റ്റഡീസിലായിരുന്നു താല്പര്യം. മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ തത്വചിന്തയും കുടുംബത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. അതോടെ പിട്രാഡോയും സഹോദരന്മാരെയും ഗുജറാത്തിൽ പോയി പഠിപ്പിക്കാൻ കുടുംബം തീരുമാനിച്ചു. അങ്ങനെ അവർ ഒഡീഷയിൽ നിന്നും ഗുജറാത്തിലെത്തി. ഗുജറാത്തിലെ വല്ലഭ് വിദ്യാനഗറിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിലും ഇലക്ട്രോണിക്സിലും ബിരുദാനന്തര ബിരുദം നേടി. സ്കൂൾ പഠനത്തിന്റെ അവസാന കാലത്താണ് അദ്ദേഹത്തിന് സയൻസിൽ അതീവമായ കമ്പം കയറുന്നത്. ഫിസിക്സിലും ഇലക്ട്രോണിക്സിലുമെല്ലാം റാങ്കിന് തൊട്ടടുത്ത മാർക്കുകൾ അദ്ദേഹം നേടി. അത് വലിയ ഒരു അവസരമാണ് തുറന്നു കൊടുത്തത്. അധ്യാപകർ അദ്ദേഹത്തെ അമേരിക്കയിൽ ഉപരിപഠനത്തിന് ക്ഷണിച്ചു. തുടർന്ന് 1964 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. ഷിക്കാഗോയിലെ ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം നേടി. ആ പഠനമാണ് സാം പിട്രോഡയെ മാറ്റിമറിച്ചത്. 1966 ഷിക്കാഗോയിൽ ജനറൽ ടെലഫോൺ ആൻഡ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ എന്ന വിഖ്യാതമായ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. അന്നാണ് ഈ വിദ്വാൻ ആദ്യമായി ടെലഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ. ലോകത്തിലെ ഇലക്ട്രോണിക്സ് ടെലികോം രംഗം വികസിച്ചു വരുന്ന സമയമായിരുന്നു അത്. അവിടെ നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെ സാം പിട്രാഡോ അമേരിക്കയെ ഞെട്ടിപ്പിച്ചു. 1975 ഇലക്ട്രോണിക് ഡയറി കണ്ടുപിടിച്ചതിനാൽ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടറിന്റെ സ്ഥാപകരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. 1974 സാം പിട്രാഡോ വെസ്കോം സ്വിച്ചിങ്ങിൽ ചേർന്നു. ഇത് ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ സ്വിച്ചിങ് കമ്പനികളിൽ ഒന്നായിരുന്നു. ഏകദേശം 4 വർഷത്തിനുള്ളിൽ അദ്ദേഹം 580 ഡിജിറ്റൽ സ്വിച്ചുകൾ വികസിപ്പിച്ചെടുത്തു.
1980കളിൽ വിഖ്യാതമായ റോക്ക്വെൽ ഇന്റർനാഷണൽ വെസ്കോമിനെ ഏറ്റെടുത്തു. വെസ്കോമിൽ തിളങ്ങി നിന്ന സാം പിട്രാഡോയെ അവഗണിക്കാൻ റോക്ക്വെല്ലിന് ആയിട്ടില്ല. അവിടെ പിട്രാഡോ വൈസ് പ്രസിഡന്റായി. എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച 4 പതിറ്റാണ്ടുകൾക്കിടയിൽ പിട്രാഡോ ടെലികമ്മ്യൂണിക്കേഷനുകളിൽ നിരവധി പേറ്റന്റുകൾ നേടി. മൊബൈൽ ഫോൺ അടിസ്ഥാനമാക്കിയുള്ള ഇടപാട് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പേറ്റന്റുകളും അദ്ദേഹത്തിനുണ്ട്. US പൗരത്വം കളഞ്ഞ് ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ നേട്ടം കൊയ്യുന്നത് കണ്ടപ്പോഴാണ് രാജീവ് ഗാന്ധിക്ക് ആ ബുദ്ധി ഉദിച്ചത്. എന്തുകൊണ്ട് സാം പിട്രാഡോയുടെ സേവനങ്ങൾ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തിക്കൂടാ? അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയതിൽ രാജീവിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ ടെലികോം വിപ്ലവം നടക്കുന്ന സമയത്തായിരുന്നു അത്. ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ തനിക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന് രാജീവ് ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉദാരവൽക്കരണത്തിന്റെ തുടക്കമിട്ട് കഴിഞ്ഞിരുന്നു. രാജീവിന്റെ കാലത്ത് ടെലികോം മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1985-ൽ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേർപെടുത്തി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന് രൂപം നൽകി. അതിലൂടെ ടെലികോം മേഖലയ്ക്ക് സ്വന്തമായ അസ്തിത്വമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അതോടെ ടെലിഫോൺ ബൂത്തുകൾ നാട്ടിൽ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടതിന്റെ ക്രെഡിറ്റ് അങ്ങനെ സാം പിട്രാഡോ നേതൃത്വം നൽകിയ സംഘത്തിന് നേടാനായി. ടെലികോം കമ്മീഷന്റെ സ്ഥാപക ചെയർമാനായി രാജീവ് പിട്രാഡോയെ നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ ടെക്നോളജി മിഷൻ ഉപദേഷ്ടാവായി സാം മാറി. ടെലികോം മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സാം പിട്രാഡോയുടെ സേവനങ്ങൾ. 1987-ൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവായിരുന്ന കാലത്ത് ടെലികമ്മ്യൂണിക്കേഷൻ, ജലം, സാക്ഷരത, പ്രതിരോധ കുത്തിവയ്പ്, ഡയറി, എണ്ണക്കുരു എന്നിവയുമായി ബന്ധപ്പെട്ട് 6 സാങ്കേതിക ദൗത്യങ്ങൾക്ക് പിട്രാഡോ നേതൃത്വം നൽകി. ഒരു ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ നേതാവായി അദ്ദേഹം രാജീവ് ഗാന്ധിക്കൊപ്പം ഒരു ദശാബ്ദത്തോളം ചെലവഴിച്ചു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഡിജിറ്റൽ ടെലികമ്മ്യൂണിക്കേഷൻ വ്യാപിക്കുക എന്നതായിരുന്നു ചുമതല. അതിനായി പിട്രാഡോ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക് ഡി അഥവാ CDOT എന്ന സ്ഥാപനവും തുടങ്ങി. അങ്ങ് അമേരിക്കയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായി ആ രാജ്യത്തെ പൗരത്വം കിട്ടി. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നതിനായി വീണ്ടും ഇന്ത്യൻ പൗരത്വം എടുക്കേണ്ടതുണ്ട്. അതിനായി അദ്ദേഹം US പൗരത്വം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ധാർമ്മികത കാണിക്കാൻ ഇന്ത്യയിൽ എത്ര പേർ തയ്യാറാകുമെന്ന് വസ്തുത കണ്ടറിയണം. എസ്റ്റി ലോഡർ എന്ന അമേരിക്കൻ സംരംഭക പറയുന്ന ഒരു വാചകമുണ്ട്: നിങ്ങളുടെ ഉൾവിളിയെ വിശ്വസിക്കുക. അതിനായി എന്തൊക്കെ ത്യജിച്ചാലും ഉൾവിളിയുടെ വഴിയെ ക്ഷമയോടെ മുന്നോട്ടു പോയാൽ നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ് നേടാനാകും തീർച്ച.